ഹായ്, നമ്മുടെ പാക്കിംഗ് സംബന്ധിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഓർമ്മപ്പെടുത്താൻ കൂടിയാണ് കേട്ടോ ഈ ഒരു പോസ്റ്റ് ഇടുന്നത്. നമുക്ക് 3 തരം പാക്കിംഗ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് നോർമൽ പാക്കിംഗ് ആണ്, രണ്ടാമത്തേത് പ്രീമിയം പാക്കിംഗ്, മൂന്നാമത്തേത് വന്നിട്ട് ഗിഫ്റ്റ് പാക്കിംഗ്. അപ്പോൾ ഈ 3 പാക്കിങ്ങിൽ ഏത് പാക്കിംഗ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് വെബ്സൈറ്റിൽ തന്നെ അത് സെലക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കണം കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കഴിഞ്ഞ ആഴ്ചകളിൽ നോട്ടീസ് ചെയ്തൊരു ഇഷ്യൂ ഉണ്ട്. കാര്യം പലരും 10 നമ്പറിന് പകരം 9 നമ്പറാണ് നിങ്ങൾ വെബ്സൈറ്റിൽ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി ഒന്നും അപ്ഡേറ്റ് ആയി കിട്ടില്ല. കാര്യം നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഓർഡർ ഐ ഡി കിട്ടുന്നുണ്ടാവും. ഓർഡർ ഐ ഡി വരുന്നത് നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടായിരിക്കും. അപ്പോൾ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ തെറ്റിച്ച് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ 10 നമ്പറിന് പകരം 9 നമ്പർ കൊടുക്കുകയാണ്, അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് റിസീവ് ആവില്ല. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇവിടുന്ന് കൊറിയർ അയച്ചു കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങൾക്ക് ട്രാക്കിംഗ് ഐ ഡി അപ്ഡേറ്റ് ആയി വരുന്നുണ്ടാവും. ഈ ട്രാക്കിംഗ് ഐ ഡിയും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കറക്റ്റായിട്ട് വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആയിരിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, ഞാൻ 1-2 പേരുടെ ശ്രദ്ധിച്ചത്, മൊബൈൽ നമ്പർ വെബ്സൈറ്റിൽ മൊബൈൽ നമ്പർ കൊടുക്കേണ്ട സ്ഥാനത്ത് പേര് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ട്രാക്കിംഗ് ഐ ഡി ഇവിടെ അപ്ഡേറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ രജിസ്റ്റേർഡ് നമ്പർ ഇല്ലാത്തത് കാരണം നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് വരില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൊറിയർ അയച്ചിട്ടുണ്ടെന്ന് ഇവിടെ നിന്ന് നിങ്ങളെ അറിയിക്കാൻ വേറെ യാതൊരു ഓപ്ഷനും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക, മൊബൈൽ നമ്പർ വെക്കുമ്പോൾ വളരെ ക്ലിയർ ആയിട്ട് തന്നെ വെക്കുക. ഇനിയിപ്പോൾ രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇവിടുന്ന് പ്ലാന്റ് അയക്കാൻ എടുക്കുമ്പോൾ ഏതെങ്കിലും ഒരു പ്ലാന്റ് അയക്കാൻ പറ്റാത്ത കണ്ടീഷനിലുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് റീഫണ്ട് ചെയ്യുകയാണ് പതിവ്. സ്വാഭാവികമായിട്ടും റീഫണ്ട് ഇപ്പോൾ ഒരു 4 പ്ലാന്റ് ഓർഡർ ചെയ്ത ഒരാൾക്ക് 3 പ്ലാന്റ് അയക്കുന്നുള്ളൂ, ഒരു പ്ലാന്റ് അയക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് റീഫണ്ട് ഇൻറ്റിമേഷൻ വരുന്നുണ്ടാകും. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് ആദ്യം ഒന്ന് നോക്കുക, അല്ലെന്നുണ്ടെങ്കിൽ മെയിൽ ഒന്ന് നോക്കുക. കാര്യം എന്ന് വെച്ചാൽ, ചില റെയർ പ്ലാന്റ്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമർ നമ്മളോട് ചോദിക്കാറുണ്ട്, എന്തിനാണ് എന്നോട് ചോദിച്ചുകൂടായിരുന്നോ, റീഫണ്ട് ചെയ്യേണ്ടായിരുന്നു. അങ്ങനെയുള്ള കേസുകളിൽ നിങ്ങൾക്ക് ഒരു മെയിലാണ് അയക്കുക. മെയിലിൽ ഇന്ന പ്ലാന്റ് ഹെൽത്തി കണ്ടീഷനിലല്ല, നിങ്ങൾക്ക് റീഫണ്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെയിലിൽ തന്നെ തിരിച്ച് റിപ്ലൈ കൊടുക്കുക. റീഫണ്ട് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ക്യാൻസലേഷൻ പറഞ്ഞാൽ അപ്പോഴും തന്നെ അത് ക്യാൻസൽ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒരു പ്രൊസീജിയർ. അപ്പോൾ നിങ്ങൾക്ക് പ്ലാന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിലേതെങ്കിലും പ്ലാന്റ് കുറവുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് മെസ്സേജും മെയിലും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം കംപ്ലൈൻറ്റുമായിട്ട് ദയവായിട്ട് വരാം കേട്ടോ. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, കൊറിയർ അയച്ച് ട്രാക്കിംഗ് ഐ ഡി കിട്ടിക്കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ കൊറിയർ കളക്ട് ചെയ്യുക. അതിൽ എന്തെങ്കിലും തടസ്സം കൊറിയർ ഓഫീസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നുണ്ടെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ മെയിൽ സപ്പോർട്ട് എടുക്കുക. ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ.